ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ലെക്സിക്കോൺ. ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് മലയാളം സിനിമയിൽ നിന്നും പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് ടോപ്പിക്സാണ്. ഓൾറെഡി ഞാനൊരു പ്രൊജക്റ്റ് ടോപ്പിക്സിൻ്റെ വീഡിയോ ചെയ്തതാണ്. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. താല്പര്യമുള്ളവർക്ക് അത് കാണാം. ഈ വീഡിയോയിൽ നമ്മൾ മൂവീസ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ദ ഫസ്റ്റ് ടോപ്പിക് ഈസ് ദ ബേർഡൻ ഓഫ് റെപ്യൂട്ടേഷൻ, ജെൻഡേർഡ് സ്റ്റിഗ്മ ഇൻ ഉയരെ ആൻഡ് ടേക്ക് ഓഫ്. ഈ രണ്ട് ഫിലിംസിലും ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം സൊസൈറ്റൽ എക്സ്പെക്റ്റേഷൻസും ജഡ്ജ്മെൻറ്റ്സും കാരണം വിമൻ ഉണ്ടാവുന്ന ബേർഡൻസ്, എസ്പെഷ്യലി വെൻ ദേ ആർ നേവിഗേറ്റിംഗ് വിത്ത് ട്രോമ ഓർ പ്രൊഫഷണൽ ലൈഫ്. ഈ നറേറ്റീവ്സിൽ സൊസൈറ്റൽ സ്റ്റിഗ്മ കാരണം വിമൻസിൻ്റെ ഐഡൻറ്റിറ്റീസിനെ എങ്ങനെയാണ് ഷേപ്പ് ചെയ്യുന്നത്, അവർക്ക് എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണ് ഉള്ളത്, ഈവൻ വെൻ ദേ ഡിസ്പ്ലേ റെസിലിയൻസ്. ഈ ടോപ്പിക്ക് ഫെമിനിസത്തിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. ഫെമിനിസ്റ്റിക് തിയറി ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാം. സെക്കൻഡ് ടോപ്പിക് ഈസ് റീ ഇമാജിനിങ് ദ ആൻറ്റി ഹീറോ, എ സ്റ്റഡി ഓഫ് മോറൽ ആംബിഗ്യൂറ്റി ഇൻ ജോജി ആൻഡ് ഇരട്ട. ഈ രണ്ട് ഫിലിംസിലും നമുക്ക് കാണാൻ പറ്റുന്നത് ഫ്ലോഡ് ആയിട്ടുള്ള മെയിൽ പ്രൊട്ടാഗണിസ്റ്റിനെയാണ്. അവർ ട്രഡീഷണൽ നോഷൻസ് ഓഫ് ഹീറോയിസത്തിൽ നിന്നും മാറി നിൽക്കുന്നവരാണ്. ഒരു ക്ലിയർ കട്ട് അല്ലെങ്കിൽ ഗുഡ് വേഴ്സസ് ഇവൽ പോർട്രയലിനപ്പുറം ഫോക്കസ് കൊടുത്തിട്ടുള്ളത് മോറലി ഗ്രേ ആയിട്ടുള്ള ഏരിയാസിലാണ്, എൻകറേജിങ് എ ഡീപ്പർ ലുക്ക് അറ്റ് ഗിൽറ്റ്, ജസ്റ്റിസ് ആൻഡ് ഇമോഷണൽ ടെർമോയിൽ. തേർഡ് വൺ ഈസ് കാസ്റ്റ് ആൻഡ് ക്ലാസ് ഇൻ കണ്ടംപററി മലയാളം സിനിമ, എ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് നാഥാൻ കേസ്കുട് ആൻഡ് തൊണ്ടിമുതലും ദൃക്സാക്ഷിയും. ഈ ഫിലിംസിൽ സട്ടിലായിട്ട് എവരിഡേ സിറ്റുവേഷനിൽ നടക്കുന്ന കാസ്റ്റ് ആൻഡ് ക്ലാസ് കോൺഫ്ലിക്റ്റിനെ കാണിക്കുന്നുണ്ട്. മോഡേൺ കേരള സൊസൈറ്റിയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന സൈലൻറ്റ് ഹൈറാർക്കീസിനെ ഈ ഫിലിംസ് പോർട്രേ ചെയ്യുന്നുണ്ട്. നാലാമത്തേത് ഫെമിനിസ്റ്റ് റിക്ലമേഷൻ ഓഫ് മിത്ത് ഇൻ കുമാരി. കുമാരിയിൽ മിത്തിനെയും ഫോക്ലോറിനെയും ഉപയോഗിച്ചുകൊണ്ട് പാട്രിയാർക്കിക്കും ഫ്യൂഡൽ പവറിനും എതിരെയുമുള്ള വിമൻ്റെ ഫൈറ്റിനെ ഹൈലൈറ്റ് ചെയ്യുന്നു. ട്രഡീഷണൽ സ്റ്റോറീസിനെ ഒരു ഫെമിനിസ്റ്റ് വേയിലാണ് ഫിലിം പ്രസൻറ്റ് ചെയ്യുന്നത്, ഷോയിങ് ദ ഫീമെയിൽ ക്യാരക്ടർ നോട്ട് ആസ് പാസീവ് ബട്ട് ആസ് സംവൺ ഹു റെസിസ്റ്റ് ആൻഡ് ടേക്സ് കൺട്രോൾ. The fifth one is narrating grief and mental health, a study of കുമ്പളങ്ങി നൈറ്റ്സ്. ഈ ഫിലിമിൽ മെൻ്റൽ ഹെൽത്തിനെയും ഇമോഷണൽ പെയിനിനെയും പോർട്രേ ചെയ്യുന്നത് കാണാം, എസ്പെഷ്യലി ത്രൂ ദ സ്റ്റോറി ഓഫ് എ ട്രബിൾ ഫാമിലി ആൻഡ് സെൻസിറ്റീവ് മെയിൽ ക്യാരക്ടേഴ്സ്. ഈ ഫിലിം ടോക്സിക് മാസ്കുലിനിറ്റിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഹീലിങ്ങിനെയും ഇമോഷണൽ എക്സ്പ്രഷനെയും ഹൈലൈറ്റ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ വേ ടു സ്റ്റഡി ഹീലിംഗ്, ഫാമിലി ഡൈനാമിക്സ് ആൻഡ് ബ്രേക്കിംഗ് സ്റ്റീരിയോടൈപ്സ്. ആറാമത്തത് റിലീജിയൻ, റിച്വൽ ആൻഡ് പവർ ഇൻ ലിജോ ജോസ് പെല്ലിശ്ശേരി, ഇ മായു ആൻഡ് ജെല്ലിക്കട്ട്. ഈ രണ്ട് ഫിലിംസിലും റിലീജിയനും റിച്വലും എങ്ങനെയാണ് ജനങ്ങളെ കൺട്രോൾ ചെയ്യാനും അവരിൽ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനും ഒരു ടൂളായി മാറുന്നത് എന്ന് കാണിക്കുന്നു. ഇന്ത്യൻ സിംബോളിസവും സ്ട്രൈക്കിംഗ് വിഷ്വൽസും യൂസ് ചെയ്തിട്ട് ഈ ഫിലിം ആക്ച്വലി ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എവരിഡേ കൾച്ചറൽ പ്രാക്ടീസസിൽ എങ്ങനെയാണ് ഈ പവർ സ്ട്രക്ചർ നിലനിൽക്കുന്നത് എന്നാണ്. So the seventh topic is the culture of fear and control in കുരുതി. കമ്മ്യൂണൽ ടെൻഷൻ ബാക്ക്ഡ്രോപ്പ് ആയിക്കൊണ്ട് ഫിയർ എങ്ങനെയാണ് ഇൻഡിവിജ്വൽസിനെയും കമ്മ്യൂണിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നതെന്ന് ഈ ഫിലിം കാണിക്കുന്നുണ്ട്. ഹെയ്റ്റിൻ്റെ ഐഡിയോളജീസ് എങ്ങനെയാണ് ഓരോരുത്തരുടെ ഉള്ളിൽ ഇൻറ്റേർണലൈസ് ചെയ്യപ്പെടുന്നതെന്നും അതൊരു പോളറൈസ്ഡ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ എങ്ങനെയാണ് ഇമോഷണലായിട്ടും മെൻ്റലായിട്ടും സ്ട്രഗിൾസ് ഫോം ചെയ്യുന്നതെന്നും ഈ ഫിലിമിൽ കാണിക്കുന്നു. And you could explore themes like ideological manipulation, internalized violence, etc. എട്ടാമത്തെ ടോപ്പിക്കാണ് ദ എത്തിക്സ് ഓഫ് കെയർ ആൻഡ് ഓൾഡ് ഏജ് ഇൻ പാൽത്തു ജാൻവർ. പാൽത്തു ജാൻവറിൽ ജെൻറ്റിൽ എറ്റ് പവർഫുൾ ആയിട്ട് എൽഡർ ആയിട്ടുള്ളവരെ എങ്ങനെയാണ് സൊസൈറ്റി ഇഗ്നോർ ചെയ്യുന്നത് എന്ന് പോർട്രേ ചെയ്യുന്നുണ്ട്. അവരെ നീഡ്സും ഡിഗ്നിറ്റിയും ഒക്കെ അവഗണിക്കുന്നത് ഈ ഫിലിമിൽ കാണാം. It reflects on moral questions about aging, human connection, and the value of emotional care within communities. The ninth one is religion, morality, and violence in trans. Trans film criticize ചെയ്യുന്ന ഒരു കാര്യം commodification of religion ആണ്. It offers a dark look into how faith can be manipulated to save capitalist and violent agendas. The 10th one is sexuality, secrecy, and shame in മൂത്തോൻ. മൂത്തോൻ ഫിലിമിൽ സെൻട്രൽ ക്യാരക്ടേഴ്സിൻ്റെ ജേണിയിലൂടെ പേഴ്സണലായിട്ടും പൊളിറ്റിക്കലായിട്ടും ക്യൂർ ഐഡൻറ്റിറ്റിയെ ഡീപ്പായിട്ട് എക്സ്പ്ലോർ ചെയ്യുകയാണ്. ദ ഫിലിം എക്സ്പ്ലോർസ് ഹൗ ക്യൂർ പീപ്പിൾ ഓഫൺ ഹാവ് ടു ലിവ് ഇൻ സീക്രസി, ഡീലിംഗ് വിത്ത് ഷെയിം ഫോഴ്സ്ഡ് ഓൺ ദം ബൈ സോഷ്യൽ റൂൾസ്. ഈ നരേറ്റീവ് ജെൻഡർ, ഡിസയർ, ബിലോങ്ങിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള സോഷ്യൽ റൂൾസിനെ, സോഷ്യൽ നോംസിനെ ചലഞ്ച് ചെയ്യുകയാണ്.
The 11th one is rural poverty and political disillusionment in കമ്മട്ടിപ്പാടം. കമ്മട്ടിപ്പാടത്തിൽ ഗ്രേഡ്, ലാൻഡ് ഡീൽസ്, ബ്രോക്കൺ പ്രോമിസസ് ഒക്കെ എങ്ങനെയാണ് ദളിറ്റ്സിൻ്റെ ലൈഫ്സിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നുണ്ട്. ഡെവലപ്മെൻറ്റിൻ്റെ പേരും പറഞ്ഞ് അവരെ ലാൻഡ്സൊക്കെ മേടിച്ച് വെച്ചിട്ട് ഒടുവിൽ അവർക്ക് എല്ലാം നഷ്ടപ്പെടുകയാണ്. പൊളിറ്റീഷ്യൻസ്, പവർഫുൾ ആയിട്ടുള്ളവർ ഒക്കെ ജനങ്ങളെ വിശ്വാസം നേടിയെടുക്കുകയും പിന്നെ അവരെ ബിട്രേ ചെയ്യുന്നതും ഈ ഫിലിമിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. Through its raw and emotional story, the film reveals the truth about poverty, caste and political failure in modern Kerala. 12ാമത്തെ ടോപ്പിക്കാണ് ആൽക്കഹോളിസം ആൻഡ് മാസ്കുലിനിറ്റി ഇൻ സ്പിരിറ്റ്. സ്പിരിറ്റ് എക്സ്പ്ലോർസ് ഹൗ ആൽക്കഹോൾ അഡിക്ഷൻ ഈസ് ലിങ്ക്ഡ് ടു ദ ഐഡിയ ഓഫ് ബീയിങ് എ റിയൽ മാൻ ഇൻ സൊസൈറ്റി. ഈ ഫിലിമിൽ മെന്ന് അവരുടെ പെയിനും ഫെയിലിയറും ഹൈഡ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് ഡ്രിങ്കിങ് ചെയ്യുന്നത്. പക്ഷേ അത് അവരുടെ സെൽഫ് ഡിസ്ട്രക്ഷനിലേക്കും ബ്രോക്കൺ റിലേഷൻഷിപ്പിലേക്കും നയിക്കുകയാണ്. The story follows a man who slowly realizes the truth about himself and decides to change. Through his journey, the film shows that true strength comes from facing one's problem and breaking free from toxic ideas of masculinity. 13ാമത്തെ ടോപ്പിക്കാണ് മെമ്മറി ലോസ് ആൻഡ് ദ ഫ്രിജിലിറ്റി ഓഫ് ഐഡൻറ്റിറ്റി, ഈ സ്റ്റഡി ഓഫ് അൽഷിമേഴ്സ് ഇൻ തന്മാത്ര. അൽഷിമേഴ്സ് ഡിസീസിനെ സ്ട്രോങ് ആയിട്ട് പോർട്രേ ചെയ്യുകയും അത് ഫാമിലിയെയും ഐഡൻറ്റിറ്റിയെയും മെമ്മറിയെയും എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നതെന്നും ഈ ഫിലിമിൽ കാണിക്കുന്നുണ്ട്. It also questions how society treats people with mental illness, showing the need for compassion and awareness. Through its powerful story, Tanmatra reminds us how fragile our identity is when memory fades. 14ാമത്തെ ടോപ്പിക്കാണ് മോഡേൺ സ്ലേവറി ആൻഡ് ഹ്യൂമൻ എൻഡ്യൂറൻസ് ഇൻ ആടുജീവിതം. ഒരു റിയൽ ലൈഫ് സ്റ്റോറിയെ ബേസ് ചെയ്തുകൊണ്ട് ഈ ഫിലിം കാണിക്കുന്നത് ഹൗ മൈഗ്രൻ്റ് വർക്കേഴ്സ് ആർ ഓഫൺ എക്സ്പ്ലോയിറ്റഡ്, ഐസൊലേറ്റഡ് ആൻഡ് ഡീഹ്യൂമനൈസ്ഡ് ഫാർ എവേ ഫ്രം ഹോം. ലേബർ എക്സ്പ്ലോയിറ്റേഷൻ, റെസിലിയൻസ്, സ്ലേവറി, മൈഗ്രൻ്റ് നരേറ്റീവ്സ് ഇതിനൊക്കെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പിക്കാണിത്. The 15th one is Cure Silence and Marital Performances in Kadal the Core. ട്രഡീഷണൽ മാരേജിന് ഫോഴ്സ് ചെയ്തപ്പെട്ട ക്യൂർ ഐഡൻറ്റിറ്റി ഉള്ള ഒരാളുടെ പെയിനും മറുവശത്ത് വൈഫ് സീക്രറ്റ്സും സൊസൈറ്റൽ എക്സ്പെക്റ്റേഷനും വേണ്ടി ബിൽഡ് ചെയ്ത ഒരു മാരേജിൽ ജീവിക്കുന്നതുമാണ് ഈ ഫിലിമിൽ കാണിക്കുന്നത്. The film shows how people often pretend to fit into societal norms even when it means living a lie. It reveals the deep emotional struggle of suppressing one's true self to meet family and social expectations. 16ാമത്തെ ടോപ്പിക്കാണ് ജെൻഡർ, ഡെത്ത് ആൻഡ് റിപ്രസ്ഡ് ഡിസയേഴ്സ് ഇൻ ഉള്ളൊഴുക്ക്. ഉള്ളൊഴുക്ക് ഒരു സ്ലോ ആയിട്ടുള്ള ഇമോഷണൽ സ്റ്റോറിയാണ്. It shows how women deal with grief, hidden desires and strict gender roles during a family crisis. ഫ്ലഡ് വാട്ടറിൻ്റെ റൈസിങ്, ഇമോഷൻസ്, ട്രൂത്ത് ഒക്കെ സൊസൈറ്റി സപ്രസ് ചെയ്യുന്നതിൻ്റെ ഒരു സിമ്പിളായി മാറുകയാണ്. ഫെമിനിസ്റ്റ് എത്തിക്സ്, ഗ്രീഫ് സ്റ്റഡീസ് ഒക്കെ ഈ പ്രൊജക്റ്റിൽ അനലൈസ് ചെയ്യാം. 17ാമത്തെ ടോപ്പിക്കാണ് മിത്ത്, പവർ ആൻഡ് കാസ്റ്റ് ഇൻ ഭ്രമയുഗം. ഭ്രമയുഗം ഒരു ഡാർക്ക് സെറ്റിങ്ങിൽ മിത്ത്, ഹൊറർ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇൻഡിവിജ്വൽസിനെ കൺട്രോൾ ചെയ്യാൻ കാസ്റ്റും പവറും എങ്ങനെയാണ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതെന്ന് ഫിലിം കാണിക്കുന്നുണ്ട്. മിത്ത് ലോവർ കാസ്റ്റിനെ ഒപ്രസ് ചെയ്യാനും ഫ്യൂഡൽ മെയിൽ ഡോമിനേറ്റഡ് ഓർഡറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒരു ടൂളായി മാറുന്നതും ഫിലിമിൽ പോർട്രേ ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ആൾസോ യൂസസ് മിത്ത് ടു ക്വസ്റ്റ്യൻ ആൻഡ് ചലഞ്ച് ദിസ് അൺഫെയർ സിസ്റ്റം, ഷോവിങ് ഹൗ സ്റ്റോറീസ് ക്യാൻ ബോത്ത് കൺട്രോൾ ആൻഡ് ഫൈറ്റ് ബാക്ക് എഗെയിൻസ്റ്റ് ഇൻജസ്റ്റിസ്. 18ാമത്തെ ടോപ്പിക്കാണ് ഗൺ കൾച്ചർ ആൻഡ് ക്ലാസ് ഐഡൻറ്റിറ്റി ഇൻ റൈഫിൾ ക്ലബ്. സോഷ്യൽ സ്റ്റാറ്റസിൻ്റെയും പവറിൻ്റെയും മാസ്കുലിനിറ്റിയുടെയും സിമ്പിളായി എങ്ങനെയാണ് ഗൺസും ഷൂട്ടിംഗ് കോമ്പറ്റീഷൻസും കാണുന്നതെന്ന് ഈ ഫിലിമിൽ പോർട്രേ ചെയ്യുന്നുണ്ട്. The film shows how people use guns to prove their strength and worth, especially those trying to rise in class or protect their pride. 19ാമത്തെ ടോപ്പിക്കാണ് ക്രോസ് കൾച്ചറൽ കമ്പാഷൻ ആൻഡ് ഷെയർഡ് ഹ്യൂമാനിറ്റി, എ പോസ്റ്റ് കൊളോണിയൽ റീഡിംഗ് ഓഫ് സുഡാനി ഫ്രം നൈജീരിയ. സുഡാനി ഫ്രം നൈജീരിയ ടെൽസ് എ ഹാർട്ട് വാർമിംഗ് സ്റ്റോറി ഓഫ് ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. കൈൻഡ്നെസ്സും ഹ്യൂമൻ കണക്ഷനൊക്കെ ലാംഗ്വേജിനും റേസിനും നാഷണാലിറ്റിക്കും ബിയോണ്ട് ആണെന്ന് ഈ ഫിലിം കാണിച്ചു തരുന്നുണ്ട്. ഈ മൂവി ആക്ച്വലി ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് കൊളോണിയൽ ഐഡിയാസ് ഓഫ് ഡിഫറൻസസ് ആണ് ആൻഡ് ഹൈലൈറ്റ് അവർ ഷെയർഡ് ഇമോഷൻസ് ആൻഡ് സ്ട്രഗിൾസ്. ഇറ്റ് റിമൈൻഡ് അസ് ദാറ്റ് ഈവൻ ഇൻ എ വേൾഡ് ഷേപ്ഡ് ബൈ ഹിസ്റ്ററി ആൻഡ് ബോർഡേഴ്സ്, കമ്പാഷൻ ക്യാൻ ക്രിയേറ്റ് ട്രൂ ബിലോങ്ങിങ്. The last topic is performance, consent and guilt, a feminist ethics reading of Atam. ആട്ടം ഒരു തിയേറ്റർ ഗ്രൂപ്പിൽ നടക്കുന്ന ഒരു സംഭവമാണ്. പവർ, ജെൻഡർ, കൺസെൻറ്റ് എന്നിവയൊക്കെ കുറിച്ച് ഒരു ക്രിയേറ്റീവ് സ്പേസിൽ പറയുന്ന ഫിലിമാണിത്.
The film shows how performance extends off stage where people hide guilt and shift blame. It questions how truth is handled when a woman speaks up, revealing the emotional cost of honesty and how art can sometimes hide harm instead of exposing it. ഈ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക.